അവന്മാരും കൂടെ ഇരിക്കുന്നത്. ആണുങ്ങളെ കാണാനല്ല വരുന്നത് അവിടെ. ഇവരുമായിട്ട് ഇങ്ങനെ വെച്ചാൽ എന്നിട്ട് കഥയുണ്ടാക്കുമ്പോ ഞാനാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെയാ കഥകൾ. അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഇവിടെ അമ്മയല്ല, എന്റെ കൂടെ വേറെ ഒരു കുരുടനാണ് എന്നൊക്കെയാണ് കഥകൾ ഇവിടെ. നല്ല കഥകളായിരുന്നു അവർ കഥകൾ. എന്റെ അമ്മയെ കണ്ടേ? ഞങ്ങൾ കുരുടന്മാരെ എന്റെ അച്ഛൻ 6 അടി 1 ഇഞ്ച് ഹൈറ്റ് ഉള്ള ആളാണ്. എനിക്ക് കുരുടന്മാരെ ഇഷ്ടമേയില്ല. ഞാനും അത് തന്നെ കേട്ടോ. എന്റെ അച്ഛൻ നല്ല 6 അടി 1 ഇത് ഹൈറ്റുള്ള ആളായിരുന്നു. ഞങ്ങള് കട്ടില് വരെ വെച്ചത് അച്ഛന് വേണ്ടി പണിയിച്ചതാണ്, അമ്മക്ക് കിടക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ പോലെ അതൊക്കെ ഞങ്ങൾ കുരുടൻ സൈസിനെ ഒന്നും എടുക്കത്തില്ല, കുരുടനെ കണിയാനും ഒന്നും എടുക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എന്റെ അമ്മയാ നീളം കുറഞ്ഞിട്ടേ, അങ്ങനെ നീളം കുറഞ്ഞ കുരുടനെ ഒന്നും ഇവിടെ എടുക്കത്തില്ല. എന്റെ അമ്മ 5 അടിയുണ്ട്, എന്റെ അച്ഛൻ 6.25 അടി ഉണ്ട്. എന്റെ അമ്മ 5 അടി ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത്രയുള്ള എനിക്ക് കുരുടനെ വേണോ? എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരു പാർട്ട്ണറുണ്ട്, ഈ മുക്കും പൂജ ഓക്കെ. അതുപോലെ കണ്ട ശീലൻ എന്നൊക്കെ പറയുന്നവന് ഇവിടെ ഒരു ഷുഗർ ഡാഡി ആവാനൊക്കെ വരുന്നു. ഇവരിങ്ങനെ നടക്കുമായിരുന്നു. സദാനന്ദ, സോമരാജൻ, അവരെല്ലാം തിരിച്ചു വിട്ടവൻ. സോമരാജൻ എന്ന് പറയുന്ന ഒരു ശ്രീജ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ LG നിവാസികൾ ധരിക്കാറുണ്ട്. രാജേഷ് കെങ്ങ എന്ന് പറയുന്ന ഒരു പെൺപിള്ളയായിരുന്നു, ശ്രീജ ചമ്മയുടെ റിലേറ്റീവായിരുന്നു. അവളെ കൊണ്ട് നടപ്പായിരുന്നു ജോലി ചെയ്തത്. സോമരാജൻ എന്ന് പറയുന്നവൻ ഇതുപോലെ കഥയെല്ലാം ഉണ്ടാക്കി അവളെ പാക്ക് ചെയ്ത് വിടുന്നു, ഡിവോഴ്സ് ഒക്കെ ചെയ്ത് പാക്ക് ചെയ്ത് അവളെ. അത് കഴിഞ്ഞ് ഇവന്മാര് പിന്നെ വേറൊരു ഒരുത്തി ഇതുപോലെ ഡിവോഴ്സ് ഒക്കെ ആക്കാൻ വേണ്ടി പുരുഷൻ എന്ന് പറയുന്ന ഒരു മകന്റെ വീട്ടിൽ ഇതുപോലെ ഈ LG നിവാസിലെ ലീല എന്ന് പറയുന്നവരുടെ ആങ്ങളയുടെ മരുമോളെ ഇതുപോലെ, അവരുടെ പേര് ഞാൻ മറന്നുപോയി. ആ ചേച്ചി ഇതുപോലെ ഇറക്കിക്കൊണ്ട് വന്നു ഒരു വില്ല, ഇവിടെ അടുത്തൊരു വില്ലയുണ്ട്, ആ വില്ലയിലൊക്കെ താമസിപ്പിച്ച് എന്നിട്ട് ആൾക്കാരൊക്കെ പറയുന്നത് ഈ സോമരാജൻ ഡണ്ണപ്പ, ഇപ്പൊ വില്ലയിലെ ഡണ്ണപ്പയിലാണ് പോകുന്നത്, ഡണ്ണപ്പയെ കിടക്കാനാ പോകുന്നതെന്നൊക്കെ പറയുമായിരുന്നു ഈ നാട്ടുകാരൊക്കെ. എന്നിട്ട് ഇവൻ ഭയങ്കര ഇതാണ്, ഭയങ്കര ഇങ്ങനെ നടക്കുക, കഥകൾ ഉണ്ടാക്കല ജോലി. എന്നിട്ട് ആ ചേച്ചി ഇതുപോലെ വിളിച്ച് ഇവിടെ നിർത്തി. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരുടെ വീട്ടിലും ഈ ചേച്ചി നിന്നോണ്ടെടുത്ത് റോഡ് സൈഡ്, മെയിൻ റോഡ് സൈഡ് അത് 1-ാം വീടുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് അവരുടെ അമ്മായിയമ്മ നിർത്തത്തില്ലെന്നാണ് പറയുന്നത്. അവരൊക്കെ ഇപ്പൊ എന്തിന്റെ രോഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയൊരു വീട്ടില് അവരുടെ മരുമോളെ നിർത്തത്തില്ല പെണ്ണുപിള്ള എന്നാണ് പറയുന്നത്. അവരെ അടിക്കുകയൊക്കെ ചെയ്ത് ഈ ചേച്ചിയെ സത്യത്തില്. ആ ചേട്ടൻ്റെ ഒരു പാവമാണ്, നമുക്കറിയാവുന്നിടത്തോളം കാലം. എന്നിട്ട് ഈ പെണ്ണിനെ വിളിച്ചു ഇറക്കിക്കൊണ്ട് പോകുന്ന ഇവന്മാരെല്ലാം കൂടെ കൂടി. പക്ഷെ അത് അവിടെ തന്നെയല്ലേ നിർത്തേണ്ടത്. ഇത്രയും വലിയൊരു 3 ബെഡ്റൂം ഉണ്ട്, നല്ല ഹോള്, വലിയ ഹോള്, ഡൈനിങ് ഹോളും എല്ലാം ഉള്ള വീട്, നല്ല വീട്. അവിടുന്ന് ഈ ചേച്ചി എടുത്തോണ്ട് വന്ന് ഈ വില്ലയിൽ താമസിപ്പിച്ച് 2 മക്കളും. ആ ചേട്ടൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ എവിടെയാണ്, ഇവിടെ ഇല്ലെന്നാ പറയുന്നത്, എവിടെയാണെന്ന് അറിയില്ല. ഇങ്ങനെ കുടുംബം നശിപ്പിക്കാനായിട്ട് നടക്കുക കുറെ എണ്ണങ്ങൾ. ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവന്റെ ഇതുപോലെ എല്ലാം ബന്ധവും ഇവര് ഇതുപോലെ ഇങ്ങനെ ഒരു സാരി എന്ന് പറയുന്നവരുണ്ടായിരുന്നു, അവന്റെ കൂടെയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് തിരക്കി നോക്കാം, മനസ്സിലായില്ലേ? ഇവിടെ ഒരു കാരക്കാട്ടുകാരിയാണ് അവർ. ഇവന്റെ മോഹൻ സിംഗിന്റെ ഭാര്യയുടെ പേരാണ് ചൈതന്യ. നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വന്ന് പറ, പേര് സഹിതമാണ് പറയുന്നത്. ഓലവെക്കമ്പലം 323-ാം നമ്പർ SNDPയുടെ കീഴിലുള്ള കുറെ ആൾക്കാരുടെ കാര്യങ്ങളായി പറയുന്നത്, മനസ്സിലായില്ലേ? അതുപോലെയാണ് വേറെ എന്ന് പറയുന്നത്. വേറെ പറയാനാണെങ്കിൽ വേറെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിജി സുബ്രഹ്മണ്യൻ, അവരിതുവഴി അവന് നല്ല അടി കൊടുത്താ കേട്ടോ. ഒരു അടി നല്ല ശരിക്ക് കൊടുത്ത്. ഇവനിങ്ങനെ എന്തുവാ ഇങ്ങനെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ ഒരു അടി നിർത്തി. അല്ലെങ്കിൽ എനിക്ക് അടി കൊടുക്കാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യ കഥ പറഞ്ഞുണ്ടാക്കിയാൽ അടി നല്ല ശരിക്ക് കൊടുക്കാൻ തന്നെ അറിയാം. അല്ലാതെ അവളും ഒന്ന് പറയുന്ന പോലല്ല പറയുന്നത്. അടി കൊടുത്തിട്ടേ വന്നിരുന്ന് ചാനലിൽ പറയുള്ളൂ, മനസ്സിലായില്ലേ? അടി കൊടുത്തിട്ട് ഞാൻ വന്നിരുന്ന് ചാനലിൽ പറയും. എന്റെ അടുത്ത് കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് വരുന്നവന്മാരെ. എനിക്കിന്ന് രാത്രി പാതിരാത്രിക്ക് സിജി സുബ്രഹ്മണ്യനെ ഇങ്ങനെ നടത്തിയിട്ടൊക്കെ ഭയങ്കര കഥകൾ ഉണ്ടാക്കലായിരുന്നു. എന്റെ ഫേസ്ബുക്കിനകത്ത് ഇരിപ്പുണ്ടല്ല, എന്റെ 5 CCTV ക്യാമറ കഥയൊക്കെ കൊണ്ട് അടിച്ചു പൊട്ടിച്ചത്. 5 CCTV ക്യാമറ ഞാൻ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്റെ 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചതിന്റെ ബാക്കി എന്റെ ഇവിടെ ഇരിക്കുന്നത് DVR എടുത്തോണ്ട് പോയി. ഇവിടെ കുറെ കൂട്ടുകൾ നടത്തി ഇവന്മാര്. ഇങ്ങനെ ഗേറ്റിൽ വന്ന് പിടിച്ച് നിൽക്കുക, യൂട്ടേൺ എടുത്ത് പോകും, അങ്ങനെ പല എന്റെ വീടിന്റെ മുന്നിൽ കുറെ കാറ് രാത്രിയിലെല്ലാം പാർക്ക് ചെയ്തിട്ടേക്ക് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. അതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും നടക്കുന്നുണ്ട് യൂട്ടേണും കുറെ കമ്പിയെ പിടിച്ച് നിൽക്കലും, സൈക്കിൾ ഇങ്ങോട്ട് തിരിച്ചു വെക്കുക, ഇതെല്ലാം. ഇവിടെ ഇന്ന് വന്നവരുടെ ഞാൻ
കിട്ടാനുള്ളതേ ഉള്ളൂ. ഇവിടെ വന്നവര് ഏതോ വഴി ചോദിച്ചു വന്നതാണ്. വഴി മനസ്സിലായില്ലേ? പൈസ തരുന്ന വഴി കൊടുക്കും, വഴി കൊണ്ട് മാറ്റും. പൈസ തരണം, ചുമ്മാ കൊടുക്കത്തില്ല. പിന്നെ അതിനാണ് വന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല വന്നത്. വഴി ചോദിച്ചിട്ട് വന്നതാണ്, മനസ്സിലായില്ലേ? പിന്നെ സിജി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ അവനെ ഇതുപോലെ അവൻ ഗൾഫിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഏതോ കോൺക്രീറ്റ് എന്തോ കട്ട ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഏതാണ്ടായിരുന്നു. എന്നിട്ട് അവിടെ അപ്പം ഗൾഫ് ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ് നമ്മുടെ സുകുമാരക്കുറുപ്പ് 80 lakhs 50 lakhs അന്നത്തെ കാലത്ത് 80s മോഷ്ടിക്കാൻ ഇങ്ങനെ കള്ളമായിട്ട് 50 lakhs എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആണ്. നിങ്ങൾ ആലോചിച്ചോണം. അത് വഹിക്കാൻ വേണ്ടിയിട്ടാണ് പാവം പിടിച്ച ചാക്കോയെ പിടിച്ച് വണ്ടിക്കകത്തിട്ട് കൊന്നത്. അയാളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവന്മാര് വേറെ ഒത്തിരി പേരെ ഇങ്ങനെ സിലക്ട് ചെയ്യാൻ വേണ്ടി നടന്നു. ഒരാൾ പറയുന്നുണ്ട് ഒരു സൈക്കിളുകാരൻ അയാളുടെ അടുത്ത് വന്ന് ഈ കാറ് നിർത്തിയിട്ട് എന്തോന്ന് ചോദിക്കുന്ന പോലെ വന്നിട്ട് ഇയാളുടെ അടുത്തോട്ട് വന്നപ്പോ ഇയാൾ ഓടിയെന്ന് സൈക്കിൾ ഇട്ടിട്ട് നിർത്താതെ ഓടി. കാരണം ഇവർക്ക് അത്രയും പരിചയമില്ലാത്ത സ്ഥലം എങ്ങോട്ട് പോയെന്ന് കാണാൻ അവനെ പിടി കിട്ടിയില്ല. പക്ഷെ പാവം ചാക്കോയാണ് വന്ന് ഇവന്മാരെ മുന്നിൽ വീണതും ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തു, ഇങ്ങനെ പിടിച്ചോണ്ട് പോയി. ആ കിഡ്നാപ്പ് അല്ല, ശരിക്കും ചാക്കോനെ കയറിയതാണ്. കാരണം ബസ്സൊന്നും ഇല്ലാതെ വീട്ടിൽ പോകാൻ നിന്നപ്പം ഇങ്ങനെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ആ കഥയിൽ വെച്ചാൽ പോലീസ് പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോലീസ് നമുക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആരായാലും പറയും. ഏത് മനുഷ്യർക്കും ബുദ്ധിയുള്ളവർ കാണും. അപ്പൊ അവിടെ ഈ സുകുമാരക്കുറിപ്പിന്റെ വീട്ടില് മരിച്ച സുകുമാരക്കുറിപ്പിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ചിക്കൻ കറി ഇരിക്കുന്നു. മരിച്ചു കഴിഞ്ഞുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം. അപ്പൊ തന്നെ പോലീസിന് സംശയമായി, എന്താണ് മരിച്ചൊരു വീട്ടിൽ ചിക്കൻ കറി വെക്കുന്നത്? വെക്കാറില്ലല്ലോ ഹിന്ദുസ്, പ്രത്യേകിച്ച് നായരാണ് കുമാരക്കുറുപ്പ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അളിയനുമായിട്ട് മാവേലിക്കര പോലീസ് സ്റ്റേഷൻ വന്നപ്പോ നമ്മളുടെ ഫുൾ ഷർട്ട് ഫുൾ സ്ലീവ് ഇട്ടോണ്ടാണ് വന്നത് ഇവർക്ക് ഈ അളിയൻ. അപ്പം അന്നൊന്നും ആരും ഫുൾ സ്ലീവ് ഒന്നും ഇടത്തില്ല, 80s ആണ്. അപ്പൊ എന്താണ് പോലീസൊക്കെ ഒരു ഡൗട്ടായി. പോലീസ് പറഞ്ഞ് കേട്ടടാ കൈ എന്ന് പറഞ്ഞു. കൈ കേട്ടാ പറഞ്ഞു. കൈ നിന്റെ കയറ്റി കാണട്ടെ എന്ന് പറഞ്ഞു. അന്നത്തെ പോലീസ് ഇങ്ങനത്തെ പോലെ ആയിരിക്കും. അപ്പൊ കൈയൊക്കെ കയറ്റി, കൈ കയറ്റുന്ന ആദ്യം മടിയായിരുന്നു. പിന്നെ പോലീസുകാരല്ലേ കയറ്റിച്ച് കൈ, അന്നേരം ഇവരെന്തെങ്കിലും പൊള്ളിയിരിക്കുക. അപ്പം മനസ്സിലായോ ഇതെന്തോ പറ്റിച്ചിട്ടുണ്ട് ഇവന്മാരെന്നുള്ളത്. അങ്ങനെയാണ് കുമാരക്കുറിപ്പിനെ കിട്ടാനിട്ടാണോ വലിയ വലിയ എന്താ ആൾക്കാരെ പിടിക്കുന്നത്. ഇവരവിടെ പോയി നല്ലതാണ് ഇവരുടെ നെറ്റ്വർക്ക്. ഇവർ ഭയങ്കര നെറ്റ്വർക്കാണ്. ഇങ്ങനെയൊക്കെ ഒളിപ്പിച്ച് വെച്ച് ഇങ്ങനത്തെ, അതാണ് ഇവന്മാർക്ക് ഇത്ര ധൈര്യം. ഈ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയവാദി ഇവന്റെ ഈ SNDP ഒക്കെ പിരിച്ചുവിട്ട് ഒഴിപ്പിച്ച് കളയണം ഇവന്മാരെല്ലാം. ഈ SNDP എന്നുള്ള ഈ വെള്ളാപ്പള്ളിയുടെ എന്താ ദൈവത്തിനെ പോലെ ആ ഒരു ഇതൊക്കെ കൊണ്ടങ്ങ് കളയണം. ഈ SNDP എന്നൊക്കെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്തുവാ? നമുക്ക് ഒന്നാമത് ഇന്ത്യൻ നിയമങ്ങളുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പിന്നെ SNDP എന്തിനാ നമ്മളെ ഭരിക്കാൻ? നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, IPC ഉണ്ട്, CRPC ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ ന്യായ അധിനിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ പേരൊക്കെ മാറ്റിക്കും പുതിയതായി. ഇന്ത്യൻ എവിഡൻസ് ആക്ട് വേറെ പേര് ബുദ്ധിമുട്ടാണ് പറയാൻ. എനിക്കതുകൊണ്ട് വേഗം മാറ്റിയത് തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ടി പോകും കേട്ടോ. BNS BNNS അവ ഇതെല്ലാം ഉണ്ട് നമുക്ക്. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. SNDP ഒന്നും നമ്മളെ ഭരിക്കാൻ പറഞ്ഞ കാര്യമൊന്നുമില്ല. SNDPയുടെ ഇതൊന്നും ഇവിടെ എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇന്ത്യക്ക് ശിക്ഷാ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ഇത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ എല്ലാം, വേറൊന്നുമല്ല. ഇവിടെ SNDPയുടെ ഒന്നിന്റെയും കാര്യമില്ല.